ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസിന്റെ രണ്ടാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാനിരിക്കുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ബഷീർ ദിന ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ. ഏതു വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത്? ഉത്തരം 1982. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണിയമ്മ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം നേരും നുണയും. നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം ന്റെ ഉപ്പാപ്പ കൊരാനയുണ്ടായിരുന്നു. സ്ത്രീകൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം മതിലുകൾ. ബഷീറിനെ കുറിച്ച് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം MA റഹ്മാൻ. രണ്ടാം ലോകത്തിന്റെ ഭീകരത പശ്ചാത്തലമാക്കി ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. സാറാമയും കേശവൻ നായരും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം പ്രേമലേഖനം. യാ ഇലാഹി എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1997. ബഷീറിന്റെ ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം ഏത്? ഉത്തരം 2008. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1970. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ ഒന്ന്. ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യ കൃതി രചിച്ചത് ആര്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ബഷീർ വിവാഹിതനായ വർഷം ഏത്? ഉത്തരം 1958. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടും? ഉത്തരം ചെറുകഥ. 1987 ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്ത്? ഉത്തരം ഉജ്ജീവനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്ത്? ഉത്തരം കടുവാക്കുഴി ഗ്രാമം. സിനിമയായ ബഷീറിന്റെ ആദ്യ നോവൽ ഏത്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം എന്ത്? ഉത്തരം പ്രഭ. മണ്ടൻ മുത്തപ്പ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബഷീറിന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. എന്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം ONV കുറുപ്പ്. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം എന്ത്?
ഉത്തരം ഭാർഗവി നിലയം. ബഷീർ രചിച്ച നാടകം ഏത്? ഉത്തരം കഥാബീജം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത്? ഉത്തരം യാ ഇലാഹി. ഇനി നമുക്ക് ബഷീർ കൃതികളും അതിലെ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. ആദ്യ കൃതി ബാല്യകാലസഖി. പ്രധാന കഥാപാത്രങ്ങൾ മജീദ്, സുഹറ. മലയാള സാഹിത്യത്തെ എക്കാലത്തെയും പ്രണയ പ്രതീകങ്ങൾ. ദാരിദ്ര്യവും വിവിധ വിളയാട്ടങ്ങളും വേർപെടുത്തിയ ബാല്യകാല സുഹൃത്തുക്കൾ. രണ്ടാമത്തെ കൃതി പാത്തുമ്മയുടെ ആട്. പ്രധാന കഥാപാത്രങ്ങൾ പാത്തുമ്മ, ബഷീർ, ഉമ്മ, അബ്ദുൾ ഖാദർ, ആട്. ബഷീറിന്റെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഒപ്പം വീട് മുഴുവൻ തിന്നു തീർക്കുന്ന പാത്തുമ്മയുടെ പ്രശസ്തമായ ആടും. അടുത്ത കൃതി പ്രേമലേഖനം. പ്രധാന കഥാപാത്രങ്ങൾ കേശവൻ നായർ, സാറാമ. ബാങ്ക് ഉദ്യോഗസ്ഥനായ കേശവൻ നായരും ഉഷിരുള്ള ക്രിസ്ത്യൻ യുവതിയായ സാറാമയും തമ്മിലുള്ള ഹാസ്യത്തിൽ ചാലിച്ച പ്രണയം. ഇവരുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്കിട്ട ആകാശമിട്ടായി എന്ന പേര് പ്രശസ്തമാണ്. അടുത്ത കൃതി മതിലുകൾ. കഥാപാത്രങ്ങൾ ബഷീർ, നാരായണി. ജയിൽ മതിലുകൾക്ക് ഇരുപുറവും ഇരുന്ന് പരസ്പരം കാണാതെ പ്രണയിച്ചവർ. ശബ്ദത്തിലൂടെയും സുഗന്ധത്തിലൂടെയും മാത്രം കൈമാറിയ അനശ്വര പ്രണയം. ൻ്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്. കുഞ്ഞുപാത്തുമ്മ, നിസാർ അഹമ്മദ്, ആയിഷ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ മാറി ചിന്തിക്കുന്ന കുഞ്ഞുപാത്തുമ്മയും അവൾക്ക് വെളിച്ചമാകുന്ന പുരോഗമനവാദിയായ നിസാർ അഹമ്മദും. ആനവാരിയും പൊൻകുരിശും. ആനവാരി രാമൻ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്. നീലവെളിച്ചം. ഭാർഗവി, ശശികുമാർ, കഥാകാരൻ. ശബ്ദങ്ങൾ പട്ടാളക്കാരൻ, കഥാകാരൻ. കഥാബീജം തങ്കമ്മ, രാഘവൻ, അപ്പുക്കുട്ടൻ പിള്ള. അപ്പുക്കുട്ടൻ പിള്ള. സർപ്പയജ്ഞം. നീലകണ്ഠൻ പാമ്പ്, മാളിക മുകളിലെ അന്തേവാസികൾ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മങ്കടൻ ഐദ്രൂസ്, സൈനബ. അനുരാഗത്തിന്റെ ദിനങ്ങൾ. കമലമ്മ, അബ്ദുറഹ്മാൻ. മരണനിഴൽ. അപ്പുക്കുട്ടൻ, ലീല, ജാനു. വിഡ്ഢികളുടെ സ്വർഗം. ലോനൻ, ഔസേപ്പ്, മറിയം. സിങ്കടിമുങ്കൻ. അബ്ദുള്ള, സുബൈദ. പൂവൻപഴം. പൂവൻപഴം സെയ്ത്ത്, ജമീല ബീവി. പ്രൊഫസർ നാരദൻ, വിവിധ പത്രപ്രവർത്തകർ. ഓർമ്മക്കുറിപ്പ്. കുഞ്ഞിപ്പാത്തു, അഹമ്മദ് കുട്ടി. ജന്മദിനം, കഥാകാരനും ജയിൽ തടവുകാരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ബഷീറിന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഷാജിറ എന്ന അക്കൗണ്ട്. രണ്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് അവന്തിക. മൂന്നാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സ്വാതിക. നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് അൻവിത് കൃഷ്ണ. അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഷാസിൽ മുഹമ്മദ്. ആറാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് MD മുജീബ് എന്ന അക്കൗണ്ട്. ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് അനീഷ് കുമാർ എന്ന അക്കൗണ്ട്. എട്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സന മെറിൻ. ഒൻപതാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് വൃഷാലി. പത്താമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സനുഷ. 11ാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ദേവിക രമേശ്. 12ാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് മീനാക്ഷി. 13ാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഓമന എന്ന അക്കൗണ്ട്. 14ാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിറാജ് എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.
എല്ലാ കൂട്ടുകാർക്കും ചില്ലു ബെല്ലു ഹില്ലുവിന്റെ വിജയാശംസകൾ.